ഹലോ ഗൈസ്, അപ്പൊ ഇതൊരു കോളേജ് ഉള്ള ദിവസത്തെ എന്റെ ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ കോളേജ് ഉള്ള ദിവസമാണ്, കുറെ ദിവസത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ കോളേജിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇന്റേൺഷിപ്പ് കഴിഞ്ഞതിന് ശേഷം അതിന്റെ വർക്ക് സബ്മിഷൻ ഒക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. അതുകൊണ്ടാണ് ഇന്റേൺഷിപ്പിന്റെ വ്ളോഗ്സ് പോലും അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഇപ്പോഴും സബ്മിഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇനി ഒരു 2 ആഴ്ചയും കൂടെ എനിക്ക് ക്ലാസ് ഒക്കെ ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് ഒക്കെ തീരുന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ SSLC എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വർക്കിന്റെ ഒന്നും കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നും ഒന്നും സീലും സൈനും ഒന്നും മേടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ രാവിലെ എഴുന്നേറ്റ് ഒരു ഓട്സ് ഒക്കെ കുടിച്ച് സെറ്റായിരിക്കുകയാണ് ഞാൻ കോളേജിൽ പോകാനായിട്ട് വേണ്ടി. ഡ്രസ്സൊക്കെ ഇട്ടതിന് ശേഷം കേട്ടോ പിന്നെ ഓട്സ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വോയിസ് ഒക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തൊക്കെയോ പറ്റിയിരിക്കുന്ന പോലെയാണ്. അപ്പൊ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ ആകെ സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരു സമയത്താണ് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ഒരു വോയിസ് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ എന്തിനാണ് വോയിസ് ഓവർ കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെന്റൽ റിലീഫ്, അത്രേ ഉള്ളൂ. അപ്പൊ രാവിലെ തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ബാഗാട്ടോ ഒന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിന്റെ എക്സാം ആണ്, ESE എക്സാം ആണ് നടക്കാൻ പോകുന്നത്. കോളേജിൽ ഇപ്പൊ എന്തായാലും കുട്ടികളൊക്കെ കുറവാണ് ചെല്ലുന്നതെന്നൊക്കെ ടീച്ചർ ഇങ്ങനെ പരാതി പറഞ്ഞു. അപ്പൊ എന്തായാലും ഇന്നൊന്ന് പോയേക്കാം വിചാരിച്ചു പോയതാണ്. അപ്പൊ കുറച്ചൊക്കെ റെക്കോർഡും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ബാക്കി കോളേജിൽ പോയിരുന്ന സമയം ഉണ്ടെങ്കിൽ എഴുതാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് കോളേജിൽ എത്തിയിരിക്കുകയാണ്. കോളേജിന്റെ അടുത്ത് തന്നെയുള്ള ഹോസ്റ്റലിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇന്ന് വന്ന ടീച്ചർ ഒരു 5 ചാപ്റ്റർ എടുത്ത് തീർത്തിട്ട് അങ്ങ് പോയി. പിന്നെയും ചാപ്റ്റേഴ്സ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞതിന് ശേഷം അപ്പൊ ഞങ്ങൾക്ക് ഇന്നലെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഡയറ്റിൽ നിന്ന് ESE എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. അതും 4th സെമ്മിന്റെ. അപ്പൊ ഞങ്ങൾക്ക് പോർഷൻസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ആഴ്ച ഫുള്ള് പോർഷൻസ് എടുത്ത് തീർക്കാനും പറ്റില്ല. അപ്പൊ അതിന്റെയൊക്കെ മൊത്തത്തിൽ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റിലാണ് ഇത് എക്സാം ഡേറ്റ് വന്നത്. അപ്പോൾ അതിന്റെ ഒരു പിന്നെ എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ ഒരു മെന്റൽ സ്റ്റെബിലിറ്റി ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നോമ്പായതുകൊണ്ട് തന്നെ നമുക്ക് കോളേജിൽ 2:30 വരെ ക്ലാസ് ഉണ്ടാവാറുള്ളൂ. അപ്പൊ ഞാൻ കോളേജിലേക്ക് ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ വീട്ടിൽ വന്നിട്ട് 2:30 ആകുമ്പോൾ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി. അപ്പൊ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഫുഡൊന്നും മര്യാദ കഴിക്കുന്നില്ല. ഉറക്കമൊന്നും ശരിയാവാത്തത് കൊണ്ടും എനിക്ക് ഫുഡിനൊന്നും ഒരു ടേസ്റ്റ് തോന്നുന്നില്ല. പിന്നെ താത്ത നല്ല ഫുഡൊക്കെയാണ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ അതും ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതിന്റെ കാണുന്ന അമ്മ ഒന്നും വിചാരിക്കരുത്, കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് കഴിച്ചില്ല, അത്രേ ഉള്ളൂ. ഇന്നത്തെ ലഞ്ചിന്റെ ഫുഡ് എന്ന് പറയുന്നത് ചോറ്, സാമ്പാർ, അവിയല്, പിന്നെ തക്കാളി വെച്ചിട്ടുള്ളൊരു ചമ്മന്തി. അങ്ങനെയായിരുന്നു താത്ത ഇന്നത്തെ ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ കുറച്ചു നേരം കിടന്നു. എനിക്ക് മൈഗ്രെയിൻ്റെ ചെറിയ തലവേദനയൊക്കെ എടുത്ത് തുടങ്ങി. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ കിടന്നു. പിന്നെ ആകെയുള്ള സഹായം ഇവനാണ്. അമൃതാഞ്ജനുള്ളതുകൊണ്ട് പിന്നെ ഞാൻ ജയിച്ചു പോകുന്നു. മൈഗ്രെയിൻ ഉള്ളവർക്കറിയാം ഫുഡ്, ഉറക്കമില്ലായ്മ ഇതൊക്കെ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെയൊക്കെ കുറച്ച് പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ, ഉറക്കമൊന്നും ശരിയല്ലാത്തതുകൊണ്ട് തന്നെ മൈഗ്രെയിൻ ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ വന്നും പോയും ഒക്കെ നിൽക്കും. അപ്പൊ അങ്ങനെ ഞാൻ കുറച്ചു നേരം കിടക്കാലോ എന്ന് വിചാരിച്ചതാണ്. മൈഗ്രെയിൻ കൂടുന്നതിന് മുന്നേ കുറച്ച് ഉറങ്ങിയാൽ കുറച്ച് സമാധാനം ഉണ്ടാവും. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം താത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് താഴെ നോമ്പുതുറ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ താത്ത സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് വേണ്ടി പോയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ നോമ്പുതുറ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹോസ്റ്റലിൽ. അതിനുശേഷം താത്ത ഞങ്ങളെല്ലാവരെയും വിളിച്ച് ഞങ്ങൾക്കൊരു ട്രീറ്റ് തന്നതാണ് നോമ്പുതുറ പോലെ. അപ്പോൾ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പൊ ലോങ് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. റംസാനൊക്കെ കഴിഞ്ഞിട്ടേ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ അത് നിങ്ങൾ ക്ഷമിക്കുക. അപ്പൊ എന്തായാലും നമ്മൾ അതിന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് പേപ്പേഴ്സ് ഒക്കെ നോക്കാനുണ്ടായിരുന്നു. അതൊക്കെ നോക്കി കുറച്ച് എഴുതാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എഴുതിയോ. ഓക്കെ ബൈ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.